ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണിന്റെ പിറന്നാൾ നാളെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അതങ്ങനെ വൃദ്ധസദനത്തിലെ അമ്മമാരും അച്ഛന്മാരൊക്കെ കൂടിയിട്ട് അവിടെ പിറന്നാൾ സദ്യയും അതുപോലെ തന്നെ അലങ്കാര പണികളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും അവിടേക്ക് എത്താണ്. അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. താൻ വിചാരിച്ച പോലെ അല്ല, അമ്മുമ്മ അതിനേക്കാളും ഒരുപാട് അവരെ സ്നേഹിക്കുന്നില്ലെന്ന് കല്യാണിക്ക് മനസ്സിലാവുന്നു. കിരണിനും അത് മനസ്സിലാവുന്നു കേട്ടോ. ദീപക്കൊക്കെ വല്ലാത്ത അത്ഭുതം തോന്നുവാണ്. കാരണം മുമ്പുണ്ടായിരുന്ന ആ അമ്മ തന്നെയാണോ ഇതെന്ന രീതിയിൽ ദീപേനെ കാണുന്നതും നമ്മുടെ അമ്മുമ്മ വേഗം ദീപയെടുത്ത് പോയിട്ട് എല്ലാത്തിനും മാപ്പൊക്കെ പറയുന്നുണ്ടോ. ദീപ പറയേണ്ട സാരമില്ല, ഈ വയസ്സാങ്കാലത്ത് ഈ സമയത്തെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, അതന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അതിനുശേഷം അമ്മ പറയണ്ടേ ഇവിടെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ക്ഷണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്താണ് അവിടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രവും കൂടി വരുന്നത്. അവർ ജസ്റ്റ് അമ്മേനെ കാണാമെന്ന രീതിയിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ അമ്മമ്മക്ക് നന്നായിട്ട് അറിയാം എന്തൊരു വലിയ പ്ലാൻ ആയിട്ടാണ് അവർ വന്നിരിക്കണേന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരെ ഒരു കണ്ണ് അമ്മമ്മക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിക്രം നമ്മുടെ പ്രകാശനോട് പറയുന്ന കാര്യം അമ്മമ്മ കേട്ടും ചെയ്തു. എങ്ങനെയെങ്കിലൊക്കെ കിരണിനെ ഇല്ലാതാക്കണം, കല്യാണി പൊട്ടിക്കരയണം, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കിരൺ ഇല്ലാതായ തന്നെ ഒരുമാതിരി കല്യാണി തകർന്നു പോകും. അറിയാലോ അവളുടെ സ്വഭാവം. അവൾക്ക് കിരണാണ് ഈ ലോകത്തിലെല്ലാം. അപ്പൊ കിരൺ ഇല്ലാതായിക്കണേ അവള് തളരും. പിന്നെ നമുക്ക് അടുത്തത് ഇല്ലാതാക്കേണ്ടത് കല്യാണിനല്ല കാർത്തികനെയാണ് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കണം അമ്മമ്മക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ കിരണിനെ അപായപ്പെടുത്താൻ വേണ്ടിയൊക്കെ വിക്രം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കിരണിനെ ഭയങ്കര ഇഷ്ടമുണ്ട് അമ്മമ്മക്ക് ഇപ്പൊ. കാരണം പിറന്നാളിനെ പോലും നമ്മുടെ കല്യാണിക്ക് കേക്ക് കൊടുത്തതിന് ശേഷം അമ്മമ്മക്കാണ് നമ്മുടെ കിരൺ കേക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കിരൺ നല്ല സ്വഭാവക്കാരനെ കിരൺ ഇല്ലാതാക്കാൻ നോക്കിയ വിക്രത്തിനെ മുഖം അടിച്ച് പൊട്ടിക്കാട്ടോ അമ്മമ്മ. ഇത്ര നാള് വിക്രത്തിന് ഒരു ചെറിയ വിരൽ പോലും അനക്കിയിട്ടൊന്ന് അടിച്ചിട്ട് പോലില്ല അമ്മൂമ്മ. പക്ഷേ ഇപ്രാവശ്യം വിക്രത്തിന് ശരിക്കും പറ നല്ല അടി തന്നെ മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയേണ്ടത് നിനക്ക് ഇനി നന്നാവാൻ സമയമുണ്ട്, നീ ചെറുപ്പമാണ്, നന്നായിട്ട് ആലോചിച്ച് നന്നാവാൻ നോക്കുക. അല്ലാതെ നിന്റെ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് നീയും ചീത്തയാവാൻ നിൽക്കരുത്. നിനക്ക് നല്ലൊരു ജീവിതം ദൈവമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു സോണി. അവളൊരു ഭയങ്കര സ്വർണം പോലത്തെ ഒരു പെൺകുട്ടിയാണ്. അവളുടെ നിനക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഇനി നിനക്ക് ഒരുപാട് സമയമുണ്ട് നന്നാവാനായിട്ട്. നിന്റെ അമ്മയായ ദീപയുടെ കാലിൽ പിടിച്ച് നീ മാപ്പറ, എങ്ങനെയെങ്കിലൊക്കെ നന്നായിട്ട് പഴയ സ്വഭാവമൊക്കെ വിട്ട് നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കാൻ നോക്കണം എന്ന് പറയുമ്പോൾ വിക്രം അതൊന്നും കേൾക്കില്ല. നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മുമ്മേനെ തള്ളി പറഞ്ഞവിടെ പോവാണ്. പക്ഷെ അമ്മുമ്മയുടെ ഈ സ്വഭാവം മാറ്റി നമ്മുടെ കിരണിനും കല്യാണിക്കും ദീപക്കും അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.